ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു രാവിലെ വരെ. പക്ഷേ ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാര്യം മിക്കവർക്കും ജോലിക്കൊക്കെ പോയേക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആരും വീട്ടിലില്ല. പിന്നെ ഇപ്പം ക്യാമറ എടുക്കുന്നത് നമ്മുടെ മാനുവാണ്. ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോയേക്കുന്നതുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ കാണില്ല, എന്തെങ്കിലും മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടുക്കളയിലിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞത് നമുക്ക് ഔട്ട്ഡോർ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനില്ല. പക്ഷേ എന്നാ ചെയ്യുമെന്നുള്ളൊരു പിടുത്തമില്ലാതെ നിൽക്കുക. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവാതിരിക്കില്ല. നമ്മുടെ ബാബു വന്നിട്ടുണ്ട്. ബാബു എനിക്ക് തോന്നുന്നത് ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുകയെന്നാണ് തോന്നുന്നത്. നമുക്ക് അവനോട് ചോദിക്കാം എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകണമെന്ന്. ബാബു, എന്നാ സാധനം എന്തേ കൊണ്ടുപോകുന്നുണ്ട്? മോനെ, നീ ഓൾറെഡി മേടിച്ചോ? എന്നാ സാധനം ഇത്? ലാമ്പിന്റെ ലെഗ്. ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ലാമ്പിന്റെ ലെഗ് ഫ്രോസൺ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1.5 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളത്തിടാം. എന്നാലും യാത്രാ സമയം ലാഭിച്ചു. കാരണം ഓൾറെഡി നമുക്ക് സാധനം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കണ്ട ബാബു അപ്പോൾ വരും. ദേവന്നി എന്നാൽ നമുക്ക് പതുക്കെ പരിപാടി തുടങ്ങാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാബു മേടിച്ചുകൊണ്ട് വന്ന ലാമ്പിൻ്റെ ലെഗാണിത്. ഈ സാധനം നമുക്ക് വരഞ്ഞ് മസാലയൊക്കെ ചേർത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞങ്ങളുടെ ആംബിയൻസ് ഒന്ന് മാറ്റി. എപ്പോഴും കിച്ചണിലായതുകൊണ്ട് മഞ്ഞ വെളിച്ചം അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ വെളിച്ചം ഒന്ന് മാറ്റി ഇട്ടാൽ മാത്രമല്ല ഒരു പക്ക ഒരു വൈബ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് വന്നേക്കുക. സെറ്റപ്പൊക്കെ കണ്ടില്ലേ, നല്ല ഫ്രഷ് സാധനങ്ങളാണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പിൻ്റെ ലെഗ്. ഇത് എത്ര, ഒരു 2.5-3 കിലോ വരുവോളം തോന്നുന്നു. 2.25 ബാബു പറയണത്. അപ്പോൾ അവൻ പറയണതെല്ലാം ശരിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാധനം റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് വരഞ്ഞ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് ഓൾറെഡി കഴുകിയതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുക്കല്ല, മയോഗ്ലോബിനാണ്. അപ്പോൾ നമുക്കിത് വരഞ്ഞെടുക്കാം. കത്തിയൊക്കെ ഇവിടെ റെഡിയാണ്. അതല്ലെങ്കിൽ നമ്മുടെ വൈബ് കത്തിയുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കാട്ടിൽ നിന്ന് സാധനം എടുക്കാം. റെഡി. ആദ്യമേ നമുക്കൊന്ന് വരയാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് വരഞ്ഞെടുത്തു. ഇനി നമുക്കിവിടെ മസാല ചേർക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ മസാലക്കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് നാരങ്ങ ഇട്ട് റബ്ബ് ചെയ്യണം. കാര്യം എന്നാലും അതിൻ്റെ ഒരു സ്മെല്ലും മറ്റുമൊക്കെ പോകത്തുള്ളൂ. എപ്പോഴും നമ്മളെ വീഡിയോ ചെയ്യണ പോലെ. അത് എടാ നാരങ്ങ ഉണ്ടടാ ബേബി. എടാ ബേബി, നാരങ്ങ ഉണ്ടടാ. നീയാടാ മുത്ത്. അടി മോനെ. ഓക്കെ ഗായ്സ്, നമുക്ക് നാരങ്ങ ഇട്ടിരിക്കുകയാണ്. അതാണ് ബേബിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി അപ്പ സാധനം കൊണ്ടുവരും. ആദ്യം നമുക്ക് ലാമ്പിന്റെ ലെഗും കൊണ്ടുവന്നു. ഇപ്പം നാരങ്ങയും കൊണ്ടുവന്നു. ബേബി പോയോ? ഓക്കെ, നമ്മളപ്പോൾ ലാമ്പിൻ്റെ ലെഗ് മുറിച്ച് ഒന്ന് വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ളത് കുറച്ച് ബട്ടർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അൺസോൾട്ടഡ് കേട്ടോ. കാര്യം നമുക്ക് അതല്ല, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മസാലയും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ സോൾട്ട് വേരിയേഷൻ കറക്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ്, പിന്നെ കുറച്ച് തൈരുണ്ട്. പിന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് മേടിച്ചേക്കുന്ന ഒരു മസാല, ഒരു തന്തൂരി മസാല. ഷോൻ എന്ന അതിൻ്റെ പേര്, നല്ലതാണെന്ന് അറിയാൻ പറ്റില്ല, ഉണ്ടാക്കി നോക്കാം. പിന്നെ നാരങ്ങ. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 സാധനങ്ങൾ, എല്ലാ വീഡിയോയിലുള്ള 2 സാധനങ്ങൾ. ഒന്ന് തൈം, ഒന്ന് റോസ്മേരി. അപ്പോൾ ഇത്രയും സാധനങ്ങളോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്ക് കുറച്ച് ബട്ടർ മുറിച്ച് ഇതിൻ്റെ അകത്തിടാം. ലാമ്പ് അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പോർഷൻ എടുക്കാം. അപ്പോൾ
കാനഡയിൽ നല്ല ചൂടാട്ടോ, അതുകൊണ്ട് ബട്ടർ അത്യാവശ്യം നന്നായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. പിന്നെ അൺസോൾട്ടഡ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് സീ സോൾട്ട് ചേർക്കണം. ഉപ്പ് റെഡി. പിന്നെ നമ്മുടെ റോസ്മേരി, അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ലാമ്പിൻ്റെ ലെഗ് അത്യാവശ്യം കുറച്ച് വലുതാണ്, അപ്പോൾ നമുക്ക് കുറച്ച് റോസ്മേരി കൂടുതലിടാം. ഇൻ കേസ് ഈ സാധനം ബ്ലെൻഡായി വന്നില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടടിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ തൈമ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ എല്ലാം ആയി. ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് നേരം നമുക്ക് വെയിലത്ത് വെക്കാം. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഇതിലിട്ടേക്കുന്ന ബട്ടർ അത്യാവശ്യം കുറച്ച് ഉരുകി വരും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. ഏത് നമ്മുടെ ലാമ്പ് നമ്മൾ വരഞ്ഞ് വെച്ചിട്ട് നാരങ്ങയുടെ അല്ലി കൊണ്ട് നമ്മൾ അത്യാവശ്യം റബ്ബ് ചെയ്ത് വെച്ച് അതിൻ്റെ സ്മെല്ലും മറ്റുമൊക്കെ പോയി. അപ്പോൾ നമുക്കിനി അടുത്ത വേണ്ടത്, നമ്മൾ കുറച്ച് മുമ്പ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല മാറ്റി വെയിലത്ത് വെച്ചില്ലായിരുന്നു, അപ്പോൾ അത് നമുക്ക് എടുക്കാം. എടാ ബേബി, ഒരു കാര്യം അർപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവനത് കറക്റ്റായിട്ട് ചെയ്യും. കുറച്ച് മുമ്പ് നമുക്ക് ലെഗ് കൊണ്ടുവന്നു, നാരങ്ങ കൊണ്ടുവന്നു, ഇപ്പം മസാല കൊണ്ടുവന്നു. ഇനി നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് വെയിലത്ത് വെച്ചുകൊണ്ട് മുഴുവൻ മെൽറ്റ് ആയിട്ടില്ല. പിന്നെ എല്ലാവരും പറയുള്ളൂ കാനഡയിൽ ഭയങ്കര തണുപ്പാണെന്ന്. എപ്പോഴും തണുപ്പല്ല കേട്ടോ, ചില വിൻ്റർ മാസത്തിൽ മാത്രമേ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഇതേ ഇങ്ങനെ മെൽറ്റ് ആവുന്ന പോലത്തെ ചൂടാണ്. അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാര്യം കുറച്ചുകൂടി ഒന്ന് അലിഞ്ഞ് വരാനുണ്ട്, ബാക്കിയുള്ളതൊക്കെ അലിഞ്ഞു. നമ്മൾ വരഞ്ഞ എല്ലാ പോർഷനിലും മസാല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിക്കുന്ന പോലെ തേക്കുക, എങ്കിലേ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. എല്ലാ വ്ളോഗറും പറയണ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഏത് ഇതാണ് ഇവൻ്റെ ഫൈനൽ അവസ്ഥ. ഈ സംഭവം നമ്മളിനി ഒരു 1.5 മണിക്കൂറത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ എവിടെയെങ്കിലും വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ലിൽ കയറ്റി അത്യാവശ്യം ഒന്ന് സ്ലോ കുക്ക് ചെയ്ത്, എനിക്ക് തോന്നണത് ഒരു 2.5-3 മണിക്കൂറായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഞാൻ പ്രൊഫഷണൽ ഷെഫൊന്നും അല്ലാത്തതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് നോക്കാം കുക്കായോ ഇല്ലേ എന്ന്. അപ്പോൾ അത്രയും നേരത്തേക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇവനെ കുക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു അറൗണ്ട് 1.5-2 മണിക്കൂറോളം നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഓൾറെഡി മസാലയും മറ്റുമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ നേരെ ഇത് ഗ്രില്ലിൽ കയറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഗ്രില്ലിൽ കയറ്റുന്നുണ്ടെങ്കിൽ ഗ്രില്ല് നല്ല ചൂടാണ്. കാര്യം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുറമേ നന്നായിട്ട് ഫ്രൈ ആയി വരും, നന്നായിട്ട് കരിഞ്ഞു പോകും, ഉള്ളിൽ നന്നായിട്ട് വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഇവനെ ഫോയിൽ പേപ്പർ നമ്മളൊന്ന് പൊതിയും, എന്നിട്ട് കയറ്റി കഴിയുമ്പോൾ, കാര്യം ഫോയിൽ പേപ്പർ കയറ്റി പൊതിയാൻ നേരത്തെന്ന് പറഞ്ഞപ്പോൾ 2 ലെയർ വരും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇതൊന്ന് വെന്ത് കുക്കായി വന്നു കഴിയാൻ നേരത്ത്, നമ്മൾ ഏകദേശം ഉള്ളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞെന്ന് മനസ്സിലാവുന്ന നേരത്ത് നമ്മൾ ഈ ഫോയിൽ പേപ്പർ മാറ്റിയിട്ട്
നേരെ ഗ്രില്ലോട്ട് വെക്കും. അപ്പോൾ ഉള്ളും നന്നായിട്ട് വേകും, അതുപോലെ തന്നെ പുറത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ക്രസ്റ്റ് ഫോം ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവനെ ആദ്യമേ ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റി ഫോയിൽ പേപ്പറിലൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, സെറ്റ്. നമ്മൾ സാധനം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുന്നതിന് മുമ്പായിട്ട് പിന്നെ ടൈമില്ലാത്തൊരു പരിപാടി ഇല്ലെന്നറിയാമല്ലോ, കുറച്ച് ടൈം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ചുമ്മാ ഒരു ബെഡ് പോലെ ഇങ്ങനെ ഇടുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ആവിയായി വരാൻ നേരം നല്ലൊരു ഫ്ലേവർ ഇൻഫ്യൂസ് ചെയ്ത് വരും. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മാരിനേറ്റ് എടുത്ത സംഭവം നമുക്ക് നേരെ ഇതിലോട്ട് വെക്കാം. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു എറൗണ്ട് 1 മണിക്കൂർ കഴിയാൻ നേരം നമ്മൾ തുറന്നു നോക്കിയിട്ട് പിന്നെ തിരിച്ചിടാം. അത് കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് വെന്ത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഈ റാപ്പ് മുഴുവൻ മാറ്റിയിട്ട് നേരെ തീയിലിട്ട് ചുട്ടെടുക്കാം. ഈ ലാമ്പിനെ കയറ്റിയിട്ട് ഏകദേശം ഒരു 50-55 മിനിറ്റോളമായി, ഏകദേശം 1 മണിക്കൂർ. അപ്പോൾ നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. നല്ല ചൂടടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഗേജ് മേടിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ ഗേജ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് കുത്തി നോക്കാം എത്രയായെന്ന്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണും പതുക്കെ ഈ ഗേജ് കൂടി വരുന്നു. അപ്പോൾ 160 ഡിഗ്രിയോളം ടെമ്പറേച്ചർ ഇപ്പോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാര്യം ഈ ചാർക്കോളിൻ്റെ ചൂടും കൂടി ആയതുകൊണ്ട് നമുക്ക് ഏകദേശം റൗണ്ട് അപ്പ് ചെയ്ത് 140 അല്ലെങ്കിൽ 145 അല്ലെങ്കിൽ 150 റൗണ്ട് ചെയ്യാം. തിരിച്ചിട്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് പുക അടിച്ചല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഹോൾസ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഹോൾസിൽ കൂടി നെയ്യ് ലൂസ് ചെയ്ത് ഈ ചാർക്കോളിൽ വീണാണ് ആ പുക അടിച്ചത്. അപ്പോൾ എറൗണ്ട് അപ്പുറ വശം കുക്കായ ടെമ്പറേച്ചർ നമ്മൾ നോക്കി, നമുക്ക് ഇപ്പുറത്തെ വശം കുക്കായ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. കാര്യം മറ്റേതിനേക്കാൾ അപേക്ഷിച്ച് എന്തായാലും കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. കണ്ടോ, ഈ ടെമ്പറേച്ചർ ഗേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പതുക്കെ കൂടി വരുന്നുണ്ട്. 145 നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ അറൗണ്ട് 120 അടുക്കുന്നു. ഇപ്പോൾ നോക്കാം എത്രയായിരുന്നു. 150 കയറുന്നു. ഓക്കെ, അപ്പോൾ ഇത് മതി നമുക്ക്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ കുറച്ച് ബട്ടറും ലെമണും തൈമും ഒക്കെ ഇതിൻ്റെ അകത്ത് തൂക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സാധനത്തിനൊന്ന് അൺട്രാപ്പ് ചെയ്ത് നോക്കണം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ എടുക്കാം. അത്യാവശ്യം നല്ല ചൂടാണ്. ഇതിനെടുത്ത് ഇതിൻ്റെ മേലോട്ട് വെക്കാം. ഇത് അത്യാവശ്യം ചൂടുണ്ട്, നമുക്കെടുത്ത് ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് അൺട്രാപ്പ് ചെയ്ത് നോക്കാം എന്താ ഇതിൻ്റെ അവസ്ഥ എന്നറിയാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ഗ്രേവിയും മറ്റുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. അതെ, മണം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഏകദേശം ഒരു 45% കുക്ക്ഡാണ്. ബാക്കി നമുക്ക് കാര്യം ഈ പുറമേ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് അത്യാവശ്യം പുഴുങ്ങിയ രീതിയിലാണ് വെന്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഗ്രില്ല് ചെയ്തൊരു ലുക്കാണ് നമുക്കിത് വേണ്ടത്. കാര്യം നമ്മൾ ആദ്യമേ നേരിട്ട് ഫ്ലെയിമിൽ കയറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം മാത്രം ഒരു ക്രസ്റ്റ് ഫോം ചെയ്യും, ഉള്ളിലോട്ട് വേഗത്തില്ല. കാര്യം മീറ്റിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഫോയിലിൽ കയറ്റി ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈവനായിട്ട് വേവിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറം ഒന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ. ഇപ്പോൾ കാനഡയിൽ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് ബട്ടർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കണ്ടോ, ഇത് പുറത്ത് ഇത്ര നേരം വെച്ച ബട്ടറാണ്. ആ ബട്ടർ നമുക്ക് ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രില്ലിൽ കയറ്റാൻ നേരത്ത് ഇത് ഈവനായിട്ട് സ്പ്രെഡ് ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈം, നമുക്ക് ഒട്ടും ഒഴിച്ചു വിടാൻ പറ്റാത്ത ഹെർബ് തൈം സെറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ലൈം ജ്യൂസ്. നമുക്ക് ആദ്യമേ ഒന്ന് കട്ട് ചെയ്യണം. ചുമ്മാ ഇതിൻ്റെ മേളിലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. നമുക്ക് ഈ സാധനത്തിനെ ഗ്രില്ലിൽ കയറ്റാം. എന്നിട്ട് പുറത്തൊരു ക്രസ്റ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ഒന്ന്
ഫ്രൈ ചെയ്തെടുക്കാൻ, അതായത് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഗ്രില്ലിൽ കയറ്റാം. കുക്ക് ചെയ്ത സാധനം റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. മോനെ സംഭവം സൂപ്പറാണോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബേബി ബേബി ഇവിടെ നിൽക്കുന്നു. കഴുകി ബാബുവിനോട് കൊടുത്തു. ബാബുവാണ് സാധനം മേടിച്ചിട്ട് വന്ന ബാബുവാണ് നമുക്ക് ലെമൺ തന്നത്. ബാബുവാണ് നമുക്ക് ബട്ടർ തന്നത്. അപ്പൊ ബാബുവിന് ആദ്യം കൊടുക്കണം. ബാബു നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെ ഇരിക്കണ്? അത് അടി മോനെ വൈബ്. ഇത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ സിസ്റ്റിക് ഫൈബ്രോസിസ്. മോനെ